ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ നമ്മളെല്ലാം അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പനി, ചുമ, ജലദോഷം, തൊണ്ടവേദനയൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചാലും അത് മാറാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമുക്കതിനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരുപാട് പ്രതിവിധികളുണ്ട്. നമ്മളതിന് ഇച്ചിരി മെനക്കെടണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിന് പറ്റിയൊരു കാപ്പിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പം നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് പനിയൊക്കെ പെട്ടെന്ന് മാറാനും തൊണ്ടവേദന മാറ്റാനും ചുമ വരാതിരിക്കാനും ചുമ വന്നാൽ തന്നെ അത് കൂടാതെ കുറഞ്ഞു പോകാനൊക്കെ പറ്റിയ ഒരു കാപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാട്ടിത്തരാം. അപ്പോൾ അതിന് വേണ്ടി കുരുമുളക്, ഇഞ്ചി, പനിക്കൂർക്കയില, തുളസിയില, ഏലക്ക ഇത്രയും സാധനങ്ങളാണ്. അപ്പം കുരുമുളക് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി ഇത്രയുടെ ആവശ്യമൊന്നുമില്ല, ഒരു ലേശം മതി. പിന്നെ തുളസിയില ഇവിടെ ഇല്ലാത്ത കാരണം ഞാൻ അയൽപക്കത്ത് നിന്ന് കുറച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ മഹത്വം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഇഞ്ചിയുടെ ഗുണങ്ങളാണ്. ഇഞ്ചിയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള സാധനമാണ്. അതുപോലെ തന്നെ പനിക്കൂർക്കയില പണ്ട് കാലം തൊട്ടേ കുഞ്ഞു പിള്ളേർക്ക് അതിൻ്റെ നീര് ഒക്കെ നമ്മൾ ചാലിച്ച് ജലദോഷവും കഫക്കെട്ടൊക്കെ വരുമ്പോൾ കൊടുക്കുന്നത്. പിന്നെ തുളസിയുടെ ഗുണവും അറിയാലോ, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സാധനമാണ് തുളസി. അപ്പോൾ ഇതെല്ലാം കൂടെ ശരീരത്തേക്ക് ഒരു കാപ്പിയായിട്ട് ചെല്ലുമ്പോൾ എന്തോരം ഗുണം ചെയ്യുമെന്ന് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ പനിയുടെ സീസണൊക്കെ വരുന്ന സമയത്ത് ഞാനത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് പനി വന്നാലും ഒരുപാട് പനിയൊന്നും കൂടാറില്ല. ചെറിയ രീതിയിൽ ഇപ്പം ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന കൂടെ തന്നെ ഈ ഒരു കാപ്പി 2 നേരം കൊടുത്തു കഴിയുമ്പോൾ അവർക്കത് പെട്ടെന്ന് തന്നെ അത് മാറും. പിന്നെ മറ്റുള്ളവർക്കത് സ്പ്രെഡ് ചെയ്യുകയില്ല. കാരണം ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പനി വന്നു കഴിയുമ്പോഴത്തേക്കും പകരാതിരിക്കാനായിട്ട് നമ്മളിതിന് മുൻകരുതലായിട്ട് ഇതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് വന്ന ഒരാൾക്ക് വന്നിട്ട് അത് അങ്ങനെ തന്നെ പൊക്കോളും. പിന്നെ പെട്ടെന്ന് ആർക്കും പകരുകയില്ല. കാരണം നമ്മൾ ഇതൊക്കെ കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധ ശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പനി പിടിക്കാതെ നമുക്ക് രക്ഷപ്പെടാം. എന്തായാലും രാവിലെ കാപ്പി ചായയൊക്കെ കുടിക്കുന്ന ആൾക്കാരാണ് നമ്മളല്ലേ. കാപ്പിയും ചായ ഇല്ലാതെ നമുക്കൊരു ദിവസം തുടങ്ങുന്ന കാര്യം ആലോചിക്കാനേ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് അതിന് വരും ഇങ്ങനെയൊരു കാപ്പി ഉണ്ടാക്കി കുടിച്ച് നോക്കുക. അത് എന്തോരം ഗുണം ചെയ്യും ശരീരത്തിന് അപ്പം മനസ്സിലാവും. ഞാനിപ്പോൾ അതിന് വേണ്ടി 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് വെള്ളത്തിലേക്കാണ് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അത് നല്ലപോലെ തിളച്ച് അത് 1 ഗ്ലാസ് വെള്ളമായി വറ്റിയെടുക്കണം. എങ്കിലുള്ള അതിൻ്റെ ഗുണങ്ങളൊക്കെ അതിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഒരു ഇച്ചിരി കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാവേ. അതുപോലെ തന്നെ ഒരു ലേശം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പഞ്ചസാര തന്നെ ചേർക്കുന്നതല്ല, അതിന് പകരം ചക്കര, ശർക്കര അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ചക്കര എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ചക്കരയ്ക്കും ഒരുപാട് ഗുണഗണങ്ങളുള്ള സാധനമാണ്. അപ്പോൾ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഇടാതെ കുടിക്കുന്നതും നല്ലതാണ്. അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മുടെ കാപ്പി ഇവിടെ ഔഷധ കാപ്പി എന്ന് വേണേൽ പറയാം, അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു അരിപ്പെടുത്ത് ഞാനത് അരിച്ചെടുക്കുന്നുണ്ട്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹോം റെമഡിയാണ് ഇത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും. പനി വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനെക്കാട്ട് എത്രയോ ഭേദമാണ് പനി, ജലദോഷം, ചുമയൊക്കെ വരാതിരിക്കാൻ. കാരണം ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ മാസങ്ങളോളം നീണ്ടു നിൽക്കും. നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാലും അത് പോകാനായിട്ട് പാടാം. അപ്പം നമ്മൾ പനി വന്നിട്ടാണെങ്കിലും മെഡിസിൻ കഴിക്കുന്ന ഒപ്പം തന്നെ ഇതുപോലെ ഒരു കോഫി 2 നേരം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 ദിവസം കൊണ്ട് നമ്മുടെ പനി, ചുമ, ജലദോഷം ഇതെല്ലാം മാറിക്കിട്ടും. തൊണ്ടയുടെ ബുദ്ധിമുട്ട് എല്ലാം മാറിക്കിട്ടും. ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഈ റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.